ദിലീപിലേക്ക് വരികയാണെങ്കിൽ ദിലീപ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളല്ല. പരസ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളൊന്നുമില്ല. മാത്രമല്ല ഇപ്പൊ അവരുടെ സംഘടനയാണെങ്കിലും അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയല്ല. ജനങ്ങൾ കാണുന്ന സിനിമയില്, ജനങ്ങൾ ആരാധിക്കുന്ന സിനിമയില് ഒരു നായകൻ എന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. എങ്കിലും ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഇപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് 2018 ഈ വിഷയം സംഭവിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 2025 7 വർഷങ്ങൾ പിന്നിട്ടു. കീഴ്ക്കോടതി വിധി പ്രകാരം ദിലീപിനെ വെറുതെ വിട്ടു. പക്ഷെ ഇവിടുത്തെ മീഡിയയിൽ ഒരു വിഭാഗവും അതുപോലെ തന്നെ ഒരു വലിയ വിഭാഗം പൊതുപ്രവർത്തകരും വിശ്വസിക്കുന്നത് ഇത് ശരിക്കും വെറുതെ വിട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് താങ്കളുടെ നിലപാട്? വെറുതെ വിട്ടിട്ടില്ലേ, കോടതി അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പിന്നെ കോടതിയുടെ വിഷയമായതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് ഒന്നും പറയാത്തത്. എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കോടതിയുടെ ഒരു കാര്യമായതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാൻ ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും വായ തുറക്കാത്തത്. കാരണം കോടതിനെ നമ്മൾ അവിശ്വസിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ അവസാനത്തെ നീതി. ഇത് കോടതിയിൽ പറഞ്ഞൊരു കാര്യം തെറ്റാണെന്ന് പറയാനും ഞാനില്ല. കോടതിക്ക് തെളിവുകളാണല്ലോ. കോടതിയുടെ മുമ്പിൽ തെളിവ് വന്നനുസരിച്ചിട്ടായിരിക്കും കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പരാതികളുണ്ടെങ്കിൽ അടുത്ത കോടതികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ മുകളിലവർ കൊടുക്കും. അപ്പോൾ പരാതി കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്കൊരു വിഷമമുണ്ടായ പരാതി കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കോടതിയല്ലേ തീരുമാനിക്കണമല്ല. കോടതി വെറുതെ വിട്ട ഒരാളുടെ സിനിമകൾ കാണുന്നതിനെതിരെ പരാതികൾ വരുന്നു. ബസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമ നിർത്താൻ പറയുന്നു. അതുപോലെ പുതിയ സിനിമ റിലീസാവുന്ന സമയത്ത് അത് കാണരുതെന്ന് ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും പല കേസുകളിലും ഇപ്പോൾ പല വൈദികരുടെയും പല ബിഷപ്പുമാരുടെയും അങ്ങനെ ഒരുപാട് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ വരുന്ന സമയത്താണ് നമ്മൾ ഈ പ്രതി എന്നുള്ള വാക്ക് മാറ്റി കുറ്റാരോപിതൻ എന്നുള്ളൊരു പദം വരെ നമ്മൾ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാള് കുറ്റാരോപിതൻ എന്ന് പറയുന്നു, പ്രതി എന്ന വാക്ക് നീക്കണം എന്ന് പറയുന്നു. സംശയത്തിന്റെ നിഴലിൽ എന്ന് പറയുന്ന പോലെ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ വരുന്ന ആളുകളെ നമ്മൾ പ്രതികളായിട്ട് അവർ തന്നെയാണ് പ്രതിയെന്ന് ജനങ്ങൾ വിധിക്കുന്ന പോലെയുള്ള ഒരു മോബിന്റെ ഒരു ആക്ടിവിറ്റിയോട് അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, സിനിമയായിട്ട് കാണുക നല്ലത്. കാരണം അല്ലാണ്ട് ജീവിതമല്ലല്ലോ സിനിമ. ജീവിതമായിട്ട് ചിലപ്പോൾ ഒരു പുലബന്ധം പോലും ഇല്ലാത്ത സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മളത് കാണും, ചിരിക്കും, അല്ലെങ്കിൽ അതിനെ പറ്റി ആലോചിച്ച് കരയും, അങ്ങനെ. അപ്പോൾ സിനിമ വേറെ, ജീവിതം വേറെ. ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങളല്ല നമ്മുടെ സിനിമ നമ്മൾ കാണാൻ പോകണത് തന്നെ കുറേ ചിരിക്കുക. അപ്പോൾ അത് ആരഭിനയിച്ചാലും എന്താ, അതിലൊന്നും എനിക്കത് ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ആരഭിനയിച്ചാലും നമ്മൾ കാണും. അതിൽ വ്യക്തികളെ കാണുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഒരു വ്യക്തിയാണ് ഇത് അഭിനയിക്കണേന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും കലാകാരന്മാരാണ്, അവരഭിനയിക്കുന്നതും ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. ചിലവർ മമ്മൂട്ടി ഫാൻസ് ഉണ്ട്, മോഹൻലാൽ ഫാൻസ് ഉണ്ട്. ചിലപ്പോൾ മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി സിനിമ കാണില്ല. അതൊക്കെ വിഡ്ഢിത്തരാണ്. ഞാൻ പറഞ്ഞ മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമ നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമ കണ്ടുകൂടാ? അതേമാതിരി മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യം മോഹൻലാലിന് പറ്റില്ല, മോഹൻലാലിന് കാണുന്ന മമ്മൂട്ടിക്ക് പറ്റില്ല. അപ്പം നമ്മൾ ഏതാണ് സിനിമ നല്ലതാണോ, അല്ലെങ്കിൽ അത് കണ്ടാൽ നമുക്കൊരു സന്തോഷമുണ്ടോ, അല്ലെങ്കിൽ ചില ത്രില്ലുണ്ടോ, അങ്ങനത്തെയൊക്കെ സിനിമകൾ കണ്ട് ഞാനൊക്കെ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. ഞാൻ വ്യക്തികളെ നോക്കില്ല, സിനിമ നല്ലതാണോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. കലാകാരന്റെ ഉള്ളിൽ ഒരു വ്യക്തിക്ക് നമ്മൾ മാർക്കിടേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മുടെ ജോലിയല്ല. വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് മാർക്കിടാം. പക്ഷെ സിനിമയിൽ അത് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ വെറുതെ എനിക്ക് തോന്നുന്നു, വെറുതെ ഗിമ്മിക്ക് കാണിക്കുക എന്നല്ലാണ്ട് ഇങ്ങനെ പറയണതും ഇതിലൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. നമ്മൾ ആ കലാരൂപം കാണുക, ആസ്വദിക്കുക. അത് അവതരിപ്പിക്കുന്നത് ആരാണ്, അവരുടെ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യം. കാരണം ആ വ്യക്തിയല്ല അവിടെ അഭിനയിക്കുന്നത്, ആ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ നമുക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അപ്പം അവരെ നമുക്ക് ആ രീതിയിൽ ക്യാരക്ടറായിട്ട് കണ്ടാൽ മതി. വ്യക്തി ജീവിതത്തിൽ വ്യക്തി ആയിക്കോട്ടെ, അത് നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അവരോട് മിണ്ടണ്ട, അവരോട് സംസാരിക്കേണ്ട, അവരെ മാറ്റി നിർത്താം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്.